ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ കടലക്കറി ഇങ്ങനെ തേങ്ങയൊക്കെ നമ്മൾ വറുത്തില്ല കേട്ടോ. തേങ്ങ പച്ചത്തേങ്ങ അരച്ചിട്ട് തിളയ്ക്കുന്നുണ്ട്. നമ്മൾ ചോറ് വെച്ച് വറുത്ത് വെച്ചു. ഇനി നമ്മൾ പൊടി കുഴച്ച് വെച്ചു. നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അരച്ച് മൂടി വെച്ച് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറിയിലേക്ക് ഇച്ചിരി വറവിടാം. നമുക്ക് വറവിടാം. നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം. നമുക്കൊരിത്തിരി തേങ്ങ, നമ്മൾ തേങ്ങ വറുത്തിട്ടല്ലല്ലോ ഇട്ടത്. അപ്പം നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് വറവിടൂലേ, അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങാക്കൊത്ത് നമ്മളെ ഇങ്ങോട്ട് നിൽക്കല്ല കേട്ടോ. അങ്ങനെ നമ്മളെ കറി നമുക്കിതിലേക്ക് ഒഴിച്ച് വെക്കാം. നമ്മൾ വറവ് അവിടെ നിന്നാകുമ്പോഴത്തേന് നമുക്ക് ചപ്പാത്തി കല്ല് അവിടെ വെച്ച് കൊടുക്കാം. ചപ്പാത്തി കല്ല് അവിടെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ വറവ് ഇതിലേക്ക് നമുക്ക് ചാത്തി കൊടുക്കാം. സൂപ്പറായിരിക്കും നമ്മളെ കറി. അങ്ങനെ നമ്മളെ കടലക്കറി ഇവിടെ റെഡി. നമ്മൾ ചപ്പാത്തി ആയി കൊണ്ടിരിക്കുന്നത് നമ്മൾ ഉണ്ണിയേട്ടൻ വെയിറ്റിങ്ങിലാണ്. അപ്പം നമുക്ക് നമ്മൾ ഉണ്ണിയേട്ടന് കൊടുക്കാം. നമ്മളെ ചപ്പാത്തിയും കറിയും ഉണ്ണിയേട്ടന് കൊണ്ടു കൊടുക്കാം. നമ്മളെ ചപ്പാത്തി കഴിഞ്ഞു. കഴിക്ക് മനുഷ്യ, ഇതാ കഴിക്കാൻ കേട്ടോ ചപ്പാത്തി. അത് നിർത്തോളി. വലിയ കൂവിയൊക്കെ തൊട്ടിട്ടിരിക്കുക. അങ്ങനെ നമ്മൾ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞ് ഇത് ബാക്കി നമ്മൾ രാത്രിത്തേക്ക് സേവ് ചെയ്യണം. അതുകൂടി എങ്ങനെ നമ്മളെ മോനും ഉണ്ണിയേട്ടനെ വെച്ചിട്ട് ചോറ് വെച്ച് വാർത്ത് വെച്ച് ഇനി നമുക്ക് പെട്ടെന്ന് ഒരു കറി റെഡിയാക്കണം. അപ്പോൾ നമ്മൾ എന്താ എളുപ്പത്തിന് ഒരു സാമ്പാർ, ഉള്ള കഷ്ണം കൊണ്ട് നമ്മളൊരു കുഞ്ഞി സാമ്പാർ. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും നീണ്ടു പോകണ്ട വിചാരിച്ചിട്ട് പരിപ്പ്, പച്ചമുളക്, സവാള, ഉരുളക്കിഴങ്ങ്, കുമ്പളം, ക്യാരറ്റ്, ഇളവൻ അവിടെ ഉണ്ട്, ഒരുപാടുണ്ട്. ഇളവൻ മാത്രം കറി വെച്ചാൽ അവിടെ ആരും കഴിക്കില്ല. അപ്പോൾ ഇളവൻ കുറച്ചങ്ങോട്ട് മുറിച്ചിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്നേ മുറിച്ചിട്ടുള്ളൂ. നമ്മൾ ഉരുളക്കിഴങ്ങ് ഇത് അവിടെ വെക്കണം. അപ്പം നമുക്ക് സാമ്പാർ വെച്ചാലോ. ഞാൻ പരിപ്പ് വരെ കഴുകിയിടുന്നത് കാണിച്ച് എല്ലാം കൂടി ഇട്ടിട്ട് ഒരൊറ്റ വിസലടി. ഇന്ന് നമുക്ക് സാമ്പാറിലേക്ക് എന്തില്ല, ഉരുളക്കിഴങ്ങില്ല, ഉരുളക്കിഴങ്ങുണ്ട്, കയ്പങ്ങില്ല, പിന്നെ എന്താ ഇട്ട് നമ്മൾ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട്, നമ്മൾ ഉപ്പും പൊടി, നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് ഇത് ഇളക്കി പരിപ്പൊക്കെ ഒന്ന് അടിയിലേക്കാക്കി നമ്മൾ അടച്ച് വെച്ച് നമ്മൾ ഗ്യാസ് വെച്ച് നമ്മളെ കുക്കർ അടുപ്പത്ത് വെച്ച് സാമ്പാർ റെഡി. റെഡി ആയില്ല കേട്ടോ. റെഡി ആകുമ്പോൾ കാണാം. സാമ്പാർ വിസലടിച്ചു. ഇനി അതിലേക്ക് പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ചെറിയ പീസ് ശർക്കര, വെളുത്തുള്ളി ഒഴിച്ചിടാം. ഓക്കെ. ഇനി നമ്മളൊരു വലിയ കിഴങ്ങ് നന്നാക്കിയില്ല, അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ റെഡിയാക്കൂല. നമ്മളെ ഹിന്ദിക്കാരൊന്നും തോല് കളയാണ്ട് എടുക്കണം. ഇനി നമുക്ക് മുഖാമുഖം. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് മൈക്കൊക്കെ സെറ്റ് ചെയ്തിട്ടാട്ടോ സംസാരിക്കുന്നത്. എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കില്ല. നമ്മൾ കുറിക്ക് എമ്മാതിരി ബടാജാതി വരും അല്ലേ. നമ്മളതൊക്കെ അമ്പലത്തിൽ നിന്ന് തുടങ്ങണം കേട്ടോ. എന്നാലും അപ്പം എല്ലാവർക്കും നമ്മളെ വിനീതമായ പ്രഭാതം, എന്താ പറയുക, നല്ല ഐശ്വര്യപ്രദമായ പ്രഭാതം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ കുപ്പ് കൈ. അപ്പം നമ്മൾ സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്താ ഇപ്പോൾ സാമ്പാർ എപ്പോഴും വെക്കണേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. നമ്മൾ ഈ മൈക്ക് സെറ്റ് ചെയ്താലുള്ള ഒരു ക്യാമറ ഉണ്ടല്ലോ, ആ ക്യാമറയ്ക്ക് ക്ലാരിറ്റിക്ക് തോന്നില്ല കേട്ടോ. എന്തായാലും വേണ്ടില്ല, ഇന്ന് അത്രയ്ക്ക് ക്ലാരിറ്റി മതി, നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ എന്നും തേങ്ങ അരച്ച കറി എന്നും മറക്കുക, ആർക്കും വേണ്ട. അതിൻ്റെ കൂടെയുള്ള ചമ്മന്തി, അച്ചാർ, അതിന് തൈര്, അതൊക്കെ മതി. അപ്പം സാമ്പാറാകുമ്പോൾ എല്ലാവരും ഒന്ന് ഒഴിച്ച് കൂട്ടുന്നുണ്ട്. നമ്മൾ ചുരുങ്ങിയ വിധത്തിൽ സാമ്പാർ
ഒന്ന് തുണി. അപ്പോൾ നമ്മുടെ എന്താ പറയുക, എൻ്റെ കുട്ടികൾക്കൊക്കെ അന്നത്തെ ദിവസം നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചു അല്ലേ. അത് നമ്മൾ ഇന്നലെ കഥ പറയുമ്പോൾ ആശംസിച്ചിട്ടുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് നോക്കുമെന്ന പ്രതീക്ഷയോടെ നമ്മളെ ഇന്നത്തെ പുലരി നമ്മൾ പിന്നെ വരവേറ്റു. പുലരി എപ്പോഴോ വരവേറ്റു. നമ്മളെ അമ്മായിയും ഉണ്ണേട്ടനൊക്കെ ചായ കഴിച്ചു. കടലക്കറിയും ചപ്പാത്തിയാണ് കേട്ടോ നമുക്ക് വേണ്ടാണ്. നമ്മൾ 4 കട്ടൻ കഴിച്ച് നമ്മളൊന്ന് മെലിയാൻ വേണ്ടിയിട്ടാട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തൊക്കെയാ ചെയ്തത്. നമ്മളെ സ്റ്റാൻഡ് ഇന്നലെ പൊട്ടി വീണൊരു കഥ. എനിക്ക് അതൊക്കെ കട്ട് ചെയ്തിട്ടിടാം. പക്ഷെ ഞാൻ എന്താ എല്ലാവരും എനിക്കുണ്ടായ അനുഭവങ്ങൾ എല്ലാവരും ഒന്ന് കാണട്ടെ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നല്ല. അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ ഇതെന്താ കട്ട് ചെയ്തൂടെ, വട്ടാണോ എന്നൊന്നും വിചാരിക്കേണ്ട. വട്ടായിട്ടൊന്നല്ല. നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ പെട്ടെന്ന് എന്ന് കരുതി എല്ലാതും നമ്മൾ ഷെയർ ചെയ്യില്ല. അപ്പം നമ്മൾ വെളുത്തുള്ളി നന്നാക്കാൻ വെളുത്തുള്ളിയിലാണ് നമ്മൾ ഈ സാമ്പാർ വറവിടുക. അപ്പോൾ വെളുത്തുള്ളിൻ്റെ വറവിൻ്റെ ടേസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ ഇന്നത്തെ പ്രഭാതം ഞാൻ പറഞ്ഞ് ഇനി എന്താ പറയുക, ഏതാ പറയുക, എന്തോ ഏതോ എങ്ങനെയോ എൻ്റെ മനസ്സിനൊരാലസ്യം, വല്ലാത്ത മധുരാലസ്യം. മധുരാലസ്യം അവിടെ കിടക്കട്ടെ. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാനൊരു ദിവസം ഫുള്ളൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതക്കൂട്ടിൽ വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പം പാടാം, ശർക്കര തന്നാൽ നാളെ പാടാം. അപ്പോൾ നമുക്ക് ചെറുതാകുമ്പോൾ അമ്മമാർ പാടിത്തരുന്ന പാട്ടല്ലേ. അപ്പം നിങ്ങൾക്ക് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. നിങ്ങളെ കുഞ്ഞുങ്ങൾക്കൊന്നും പാടിക്കൊടുത്തില്ല, അതൊക്കെ ഒന്ന് പാടിക്കൊടുത്തേക്കുന്നത്. ഇപ്പം പിന്നെ നമ്മൾ 1ാം ക്ലാസ്സിലൊക്കെ ചെറുതാകുമ്പോൾ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ. ഇപ്പം തന്നെയല്ല, തലയിൽ വല്ലാത്ത ഭാരിച്ച പഠിപ്പാ കുട്ടിയൊക്കെ കൊടുക്കണം. അത് കാരണം മക്കള് വീട്ടിലും നാട്ടിലും കാട്ടിലും നിൽക്കില്ല. കാരണം ഒറ്റ പോക്കാണ്ട് നമ്മളെ നാട് വിട്ടിട്ട് നാട്ടിൽ നിൽക്കാത്ത പേടിയുള്ളവനാണ്. ഏതോ ഇതൊരു കഥയിൽ ഞാൻ സിനിമയിലാണോ ഇമ്പളെ എൻ്റെ എന്താണ് എന്താ പറയാ, റോബർട്ടൊക്കെയുള്ള ഒരു സിനിമ അല്ലേ ഇമ്പളെ എൻ്റെ സുരാജ് പറയണത്. നാട്ടിൽ നിൽക്കാത്ത പേരുവാണ്. ശരി, നമ്മളെ മോളൊക്കെ കേട്ടാ പറയും നിങ്ങളെന്താ ഇങ്ങനെ പറഞ്ഞോ, എൻ്റെ വീഡിയോ നോക്കല്ല. ഞാൻ പറയും മോളെ ഈ അവിടെ നിന്ന് തുറന്നിട്ടേക്ക് കാണുന്നില്ലെങ്കിൽ ഓക്കെ നേരല്ലേ, അതുകൊണ്ടാണ്. അല്ലെങ്കിലും എൻ്റെ സംസാരം എൻ്റെ ഇങ്ങനത്തെ വിടുവായിട്ടൊന്നും കേൾക്കാനേ താല്പര്യമില്ലാത്ത ആളാണ്. അവൾ കേൾക്കാത്തതല്ലേ, കേട്ടാലും ഒക്കെ എന്താ പറ്റാത്തത് ഒരൊറ്റ വിളി വരും. എനിക്ക് ആദ്യമൊക്കെ എനിക്ക് പേടിയാണ്. ഇപ്പോൾ കേൾക്കാത്തതിനെ കൊണ്ട് എനിക്ക് നല്ലൊരു സമാധാനത്തിൽ ഞാൻ പറയുന്നത്. നമ്മൾ തന്നെയായിട്ട് പിന്നെ കേൾക്കല്ല. നമ്മൾ തന്നെയാട്ടെ എൻ്റെ അച്ഛനും എൻ്റെ അമ്മേനും എൻ്റെ ഒക്കെ നല്ലോണം നോക്കിയിട്ടാണ് നമ്മൾ തന്നെയാട്ടെ. എൻ്റെ അമ്മ എപ്പോഴും പറയും. ഇപ്പം എൻ്റെ അമ്മൻ്റെ ചേച്ചീൻ്റെ അടുത്തപ്പം എൻ്റെ അമ്മയ്ക്ക് പൈസ കാര്യമൊന്നും വേണ്ട. കാരണം അമ്മയ്ക്ക് പെൻഷൻ കിട്ടേണ്ട, പിന്നെ ഏച്ചിൻ്റെ മുകളിൽ ഉണ്ടല്ലാണ്. അവളെന്തെങ്കിലും അമ്മയ്ക്ക് പോക്കറ്റ് മണി അയച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ അങ്ങനെ പോണേ. അപ്പം ഞാൻ ചെന്ന് ചോദിക്കും മോളെ എനക്കെന്താ വേണം, നമ്മെ പൊന്നാല അമ്മയൊന്നും വേണ്ട. എന്നാൽ ചെറുപ്പം മോളെ മോൻ മരിക്കിയതല്ലേ, ചെലവിനൊക്കെ പൈസ ഉണ്ട്, അമ്മ തരണ്ട. ഞാൻ വേണ്ട, അമ്മ എല്ലാ സാധനം ഉണ്ണേട്ടൻ കൊണ്ടുപോയിട്ടിട്ടാ പോയത്. അമ്മ ഉണ്ണേട്ടൻ എല്ലാം കൊണ്ടുപോയിട്ടിട്ടാ പോയത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ണേട്ടനെ കിട്ടിയതാട്ടോ. ഉണ്ണേട്ടൻ ചീത്ത അറിയാം, അത് നിങ്ങൾ നോക്കണ്ട, നമുക്കൊരു രസമാണ്. ചീത്ത കേക്കായിരിക്കും എന്ത് പൊറുതേടെ എന്ത് വലിക്കായിരുന്നു. ചീത്ത പറയാൻ കാരണമുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതേമാതിരി എന്തെങ്കിലും വിഡിത്തരങ്ങളൊക്കെ ചെയ്തേക്കും. പിന്നെ ഒന്നും ശ്രദ്ധിക്കൂല, ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കൂല. ഇതൊക്കെ തന്നെ എൻ്റെ പ്രത്യേകത. ആ മനുഷ്യനായിട്ട് എന്നെ കൊണ്ടുനടക്കണം. അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി അല്ലേ, സന്തോഷമല്ലേ? ഞാൻ വീഡിയോ നിർത്താനേ.
എന്താ പറയുക, ഇനി കുറേ തോറ്റം പാട്ടൊന്നും പാടില്ല. കുറേ സമയം ഇപ്പോൾ എൻ്റെ കുട്ടികൾ എൻ്റെ വീഡിയോ കാണണ്ട, ഇട്ടേച്ച് അങ്ങ് പോയാലോ. മണിയമ്മ പൂമുളക്കാവിലമ്മ കലമാന്റെ മേയുള്ള കളിത്തത്തമ്മ കൂടിയാമ്പൽ പൂങ്കളവിങ്കൽ ആയില്ലും പൂനിലാവിൽ കുളിക്കാൻ പോയി. ആ ട്യൂണായ മതി, വായിക്കുന്നതാണെന്നില്ല. ശരിക്കും എന്താ അറിയില്ല, ഈ ക്യാമറയ്ക്ക് ഒരു സുഖമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് നിർത്തിച്ച് പോകണമെന്ന് തോന്നുന്നുണ്ട്. നമ്മളെ ഫോണിൻ്റെ സാധാ ക്യാമറ തന്നെയാണ് നല്ലത്. അപ്പം നമ്മളിതൊന്ന് നോക്കട്ടെ. ചേട്ടാ, അപ്പം ഗുഡ് മോർണിംഗ് വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ലവ് യു അമ്മ, ചക്കരമ്മ, പഞ്ചാരമ്മ. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിനി നമുക്കിതിൽ സാമ്പാറും പൊടി മാത്രം ചേർക്കാനുള്ളൂ. ഇനി നമ്മളെ ഇന്നത്തെ താരം ഇതാണ്, ഉരുളക്കിഴങ്ങാണ്. ഇനി എനിക്കൊരു പണിയുണ്ട്, ഞാൻ എന്ന് ചെയ്യുന്നതാണ്. അത് കുറച്ച് നേരം വൈകിപ്പോയി, സാരില്ല. ഞാൻ വെറും കട്ടൻ ചായ മാത്രം കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോയാലോ. ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ചായക്ക് അവിടെ വെള്ളം വയ്ക്കും. നമ്മൾ സാവിത്രിക്കുട്ടി പണിയൊക്കെ കഴിഞ്ഞാൽ കുളിച്ച് വന്നാൽ നമുക്ക് ചായ കൊടുക്കണ്ടേ. കാലി കട്ടൻ നിർബന്ധമാണ്. കാലിയല്ല, എന്തെങ്കിലും മിച്ചറോ അങ്ങനെ. അപ്പോൾ നമുക്കിതാണ് പണി. എന്താണ് മനസ്സിലാവുന്നുണ്ടോ വല്ലത്? ഓം നമഃ ശിവായ നമ്മൾ 7 പ്രാവശ്യം ഇങ്ങനെ ബുക്കിൽ എഴുതി വയ്ക്കും കേട്ടോ. കുറേ നിറഞ്ഞ ബുക്കുകളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത്. എന്താ അറിയില്ല, നിങ്ങളെ കാണിച്ച് എഴുതണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളെ നന്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓം നമഃ ശിവായ എഴുതുന്നത് നല്ലതാണ്. രാത്രി ഓം നമഃ ശിവായ ജപിച്ച് കിടക്കുന്നത് നല്ലതാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. എന്നാലും നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ഷെയർ ചെയ്ത്. ബൈ. ഇനി നമ്മൾ കറിവറവാണ്. നമ്മൾ ഉരുളക്കിഴങ്ങ് പൊരിയാൻ വെച്ചിട്ടുണ്ട്, പപ്പടം കാച്ചിയുണ്ട്. പണി കഴിഞ്ഞു. ബായ് ബായ്. അപ്പം നമ്മൾ അടുക്കള പണിയും കഴിഞ്ഞ് ക്ലീനിങ് കഴിഞ്ഞിട്ട് നമ്മളെ ചെടിക്ക് സൂര്യപ്രകാശം തട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജനൽ തുറന്നിട്ട് നമ്മൾ ദോശക്കല്ലിൽ തന്നെ വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് പൊരിച്ചത്. കാരണം നമ്മൾ കഴിക്കാൻ നേരത്തെ ഒന്നുകൂടി ഒന്ന് നിരീച്ചിട്ട് കഴിക്കും, അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. നമ്മൾ കുഞ്ഞ് ചായ കുടിക്കുമ്പോൾ നമുക്കും ഒന്ന് കഴിക്കാൻ വിചാരിച്ചു. ആദ്യമാണ് ഇടങ്ങ് വാങ്ങിച്ചാണ് ഞങ്ങൾ എഴുതി. പിന്നെ മനസ്സിലായി അറ്റാക്ക് വന്ന ആളുടെ കാച്ചു പോയതാണ്. എന്നെ വന്നലായി ലീവായി. നമ്മൾ പണി കഴിഞ്ഞപ്പോൾ ഇന്നലെ രാത്രി എൻ്റെ മോൻ എനിക്കൊരു പണി തന്നതാണ്. ഈ കടലയ്ക്ക് വേവ് കുറവാണ്. അപ്പം നമ്മൾ ഉപ്പിട്ടിട്ടൊന്ന് ചൂടാക്കാം. അതാണ് ഇനി അടുത്ത കാര്യം.